നമസ്കാരം. ഫിസിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന +2 ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ കുറേയധികം കാര്യങ്ങൾ ഇൻട്രൊഡക്ടറി ആയി പറഞ്ഞിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എത്രയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അത് നമുക്കറിയാം. 1/4πε0 Q/R = V ഈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഇനി നമുക്ക് ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് കണ്ടുപിടിക്കേണ്ടത് derive the expression for the electric potential at any point along the axial line of an electric dipole. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിച്ചിരുന്നു. ഇത് നമ്മൾ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഓർത്തിരിക്കാം. നേരെ കണ്ടുപിടിച്ചത് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. നമുക്കിപ്പോൾ ഒരു ഡൈപോൾ ഉണ്ട്. ഡൈപോളിന് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. രണ്ട് ചാർജസ്, പ്ലസ് ചാർജ് ഉണ്ട്, ഒരു മൈനസ് ചാർജും ഉണ്ട്. ഡൈപോളിൻ്റെ സെൻട്രൽ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എ ആണ്. നമുക്കറിയേണ്ടത് ഡൈപോളിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഈ പോയിന്റ് പി ഉണ്ടെങ്കിൽ ഈ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു -Q ആൻഡ് +Q ആണ്. എയിലിരിക്കുന്ന ചാർജാണ് -Q, ബിയിലിരിക്കുന്ന ചാർജാണ് +Q. അപ്പോൾ പിയിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ എയിലിരിക്കുന്ന -Q ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അതിനെ V1 എന്ന് വിളിക്കാം, പ്ലസ് ബിയിലിരിക്കുന്ന +Q അറ്റ് പിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അതിനെ V2 എന്ന് വിളിക്കാം. അപ്പോൾ V1 എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു ചാർജ് -Q അറ്റ് എ ആണ്. V2 എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു ചാർജ് +Q അറ്റ് ബി ആണ്. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ V നെറ്റ് എന്ന് വിളിച്ചാൽ അത് V1 + V2 ആയിരിക്കും. നമുക്കറിയാം ഒരു സിംഗിൾ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V = 1/4πε0 Q/R ആണ്. അങ്ങനെയാണെങ്കിൽ എയിലിരിക്കുന്ന -Q പിയിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ -1/4πε0 Q/ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. നമുക്ക് O എന്ന പോയിന്റിൽ നിന്ന് പി എന്ന പോയിന്റ് വരെ ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. പക്ഷെ നമുക്കിപ്പോൾ എടുക്കുന്ന ഡിസ്റ്റൻസ് എവിടെ തൊട്ടാ? എ എന്ന പോയിന്റ് തൊട്ട് പി എന്ന പോയിന്റ് വരെയാണ്. അപ്പോൾ എ എന്ന പോയിന്റ് തൊട്ട് ഡിസ്റ്റൻസ് എടുക്കണമെങ്കിൽ നമുക്ക് O to P R ആണെന്നറിയാം. പിന്നെ ബാക്കി A to O നമുക്കറിയാം. അത് ആ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഹാഫ് ഡിസ്റ്റൻസ് ആണ്, എ ആണ്. therefore Q/R + A എന്ന് എഴുതാം. വീണ്ടും ബിയിലിരിക്കുന്ന -Q പിയിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ അതും 1/4πε0 Q/ ഡിസ്റ്റൻസ് എത്രയാണ്? സെൻറ്റർ തൊട്ട് പി വരെ R ആണ്. പക്ഷെ നമുക്ക് അതുതൊട്ട് വേണ്ടായല്ലോ, ബി തൊട്ട് പോരെ. അതുകൊണ്ട് ബി തൊട്ട് പിയുടെ ഡിസ്റ്റൻസ് R മൈനസ് ബാക്കി ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഡിസ്റ്റൻസ് ആണ്, അത് എന്ന് വിളിക്കാം. അപ്പോൾ R - A ആണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് Q/4πε0 കോമൺ എടുത്താൽ ബാക്കി എന്നാ ഉണ്ട്? 1/R - A മൈനസ് 1/R + A എന്ന് എഴുതാം. ഓർ 1/4πε0 ഇൻറ്റു Q ഇൻറ്റു LCM എടുത്ത് ചെയ്താൽ R - A ഇൻറ്റു R + A R² - A² എന്ന് എഴുതാം. ന്യൂമറേറ്ററിൽ R + A ഇൻറ്റു R + A മൈനസ് ബ്രാക്കറ്റ് ഇട്ടിട്ട് R - A ആണ് വേണ്ടത്. ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മൈനസ് ഇൻറ്റു +R -R ആകും. മൈനസ് ഇൻറ്റു -A + A ആകും. അതാണ് R + A മൈനസ് R - A. അവിടെ ആറും ക്യാൻസലായി പോയാൽ നമുക്ക് ബാക്കിയുള്ളത് A + A ആണ്. അപ്പോൾ 1/4πε0 Q ഇൻറ്റു 2A/R² - A² എന്ന് എഴുതാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളെ പഠിച്ചു ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് 1 ഓഫ് ദ ചാർജ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ചാർജസ് ആണ്. അതാണ് Q ഇൻറ്റു 2A = ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P ആണ്. ഇതിപ്പോൾ 1/4πε0 ന്യൂമറേറ്ററിൽ Q ഇൻറ്റു 2A പകരം ഡൈപോൾ മൊമെന്റ് P എഴുതാം, ഡിവൈഡ് ബൈ R² - A². നമ്മുടെ ഈ ഫിഗർ അനുസരിച്ച് സെൻട്രൽ പോയിന്റായി O നിന്ന് പിയിലേക്കോ ഡിസ്റ്റൻസ് ആയി ആറും ഇലക്ട്രിക് ഡൈപോളിന്റെ സെൻട്രലോട്ട് ഡിസ്റ്റൻസ് എയും കമ്പയർ ചെയ്താൽ R എന്ന് പറയുന്നത് വലിയൊരു ഡിസ്റ്റൻസും A വളരെ നെഗ്ലിജിബിളുമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളിലൊക്കെ ചെയ്തതുപോലെ A നമുക്ക് ഒഴിവാക്കാം, കാരണം A നെഗ്ലിജിബിൾ ആണ്. A നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് നമുക്ക് ഇങ്ങനെ എഴുതാം, V net = 1/4πε0 P/R² എന്ന് എഴുതാം. അപ്പോൾ ദിസ് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ electric dipole
in its axial line V is equal to 1 by 4 pi epsilon 0 P by R square. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കാം. നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ ആണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഇലക്ട്രിക് ഡൈപോൾ ഉണ്ട്. ഡൈപോളിൻ്റെ രണ്ട് ചാർജസ് മൈനസ് ക്യൂ ചാർജും പ്ലസ് ക്യൂ ചാർജും എ എന്ന പോയിന്റിലും ബി എന്ന പോയിന്റിലും ഉണ്ട്. ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഡിസ്റ്റൻസ് 2a ആണ്. സെൻട്രൽ പോയിന്റിൽ നിന്ന് എയും ആണ്. നമുക്കൊരു പോയിന്റ് പി ഉണ്ട്. നമ്മൾ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിച്ചതുപോലെ തന്നെ എക്സാക്ട്ലി അറ്റ് ഇക്വറ്റോറിയൽ ലൈനിലല്ല ഞാൻ ഈ പോയിന്റ് പിയെ വെക്കുന്നത്. സം അനദർ പോയിന്റ് ആണ്. ഞാൻ ആ പോയിന്റ് പിയെ പി എന്ന് വിളിക്കുകയാണ്. നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ ലാസ്റ്റിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ അറ്റ് ദ ഇക്വറ്റോറിയൽ ലൈൻ എത്രയാണെന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിയും. അപ്പം നമുക്കൊരു പോയിന്റ് പി ഉണ്ട്. പോയിന്റ് പിയിലെ ഡിസ്റ്റൻസ് r ആണ്. ഡൈപോളും പോയിന്റ് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആയ ആറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. മാത്രമല്ല ബി എന്ന പോയിന്റിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് r1. അതായത് പ്ലസ് ക്യൂ എന്ന ചാർജിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് r1. മൈനസ് ക്യൂ എന്ന ചാർജിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് r2. നമുക്ക് തീർച്ചയായിട്ടും ഈ r1ഉം r2ഉം കൃത്യമായി അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ജിയോമെട്രിക്കൽ ഹെൽപ്പോട് കൂടി ഈ r1നെ r2നെ വിത്ത് റെസ്പെക്ട് ടു r എത്രയാണ് ഡിസ്റ്റൻസ് എന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഒ പി എന്ന ലൈനിൽ നിന്ന് കൃത്യമായി ഒരു പെർപെൻഡിക്കുലർ ബിയിലേക്ക് വരയ്ക്കുകയാണ്. അതാണ് സി ബി എന്ന പെർപെൻഡിക്കുലർ ലൈൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ r2ഉം r1ഉം കൃത്യമായി ഇൻ ടൈംസ് ഓഫ് r കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പി എന്ന പോയിന്റിൽ നിന്ന് ഒയിലേക്കുള്ള പോയിന്റ് കുറച്ചും കൂടെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിലേക്ക് എ എന്ന പോയിന്റിൽ നിന്ന് മൈനസ് ക്യൂ ഇരിക്കുന്ന എ എന്ന പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ആ പോയിന്റിനെ ഡി എന്ന് മാർക്ക് ചെയ്യുന്നു. ആ കാണുന്ന ആംഗിൾ 90 ഡിഗ്രിയുമായിരിക്കും. ആംഗിൾ സി ഒ ബി എ തീറ്റ എന്ന് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ആംഗിൾ എ ഒ ഡി എയും തീറ്റ എന്ന് മാർക്ക് ചെയ്യുന്നു. ഇവ രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് ആ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഒ സി ബി എന്ന ട്രയാംഗിളിൽ നിന്ന് നമുക്ക് കോസ് തീറ്റ എന്ന റിലേഷൻ ഉപയോഗിച്ചാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ 90 ഡിഗ്രി എവിടെയാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ഏതാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. തീറ്റയ്ക്ക് അഡ്ജസൻറ്റ് സൈഡ് ഒ സി ആണ്. അതിന് ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? ഒ ബി ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ ഫിഗറിൽ നിന്ന് r1 എന്ന് പറയുന്നത് ആ പെർപെൻഡിക്കുലർ സ്റ്റാർട്ട് ചെയ്ത സി എന്ന പോയിന്റ് കാണുമല്ലോ. അപ്പോൾ ഇപ്പോൾ r1ഉം ആ സി പി എന്ന ഡിസ്റ്റൻസായി ആറും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഫിഗറിൽ നിന്ന് r1 ഈക്വൽസ് r മൈനസ് ഒ സി എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് കൃത്യമായി നോക്കുക. കാരണം ഇപ്പോൾ പി സിയും പി ബിയും സെയിം ഡിസ്റ്റൻസ് ആണ്. ഇനി ആ പി സി എന്ന ലൈനിൽ നിന്ന് എക്സ്റ്റെൻഡ് ആയിട്ട് സി ഒയും കൂടെ ഉണ്ട് അല്ലേ? ആ എക്സ്റ്റെൻഡ് ലൈൻ ആയതിനാലും ഇപ്പോൾ പി സിയും പി ബിയും സെയിം ലെങ്ത് ആയതിനാലും നമുക്ക് r എന്ന ഡിസ്റ്റൻസ് ഏതാണ്? പി ഒ ആണ് r എന്ന ഡിസ്റ്റൻസ്. അതുകൊണ്ട് r1 എന്നത് പി ഒ എന്ന r മൈനസ് ബാക്കിയുള്ള ഒ സി ആണ്. അപ്പോൾ കോസ് തീറ്റ ഈക്വൽസ് നമുക്ക് എന്നാ എഴുതാം? കോസ് തീറ്റ ഈക്വൽസ് ഒ സി ബൈ എ ആണ്. കാരണം ഒ ബി എന്ന ലെങ്ത് എന്താണ്? സ്മോൾ ലെറ്റർ എ ആണ്. ഡിസ്റ്റൻസ് ഫ്രം ദ സെൻട്രൽ പോയിന്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ ടു ബി ആണ്. അപ്പോൾ ഒ സി ഈക്വൽസ് എ കോസ് തീറ്റ എന്ന് എഴുതാം. ദെർഫോർ r1 ഈക്വൽസ് r മൈനസ് എ കോസ് തീറ്റ ആണ്. ഇനി ഫ്രം ദ ട്രയാങ്കിൾ എ ഡി ഒ എന്ന ട്രയാങ്കിളിൽ നിന്ന് കോസ് തീറ്റ ഈക്വൽസ് എന്നാ എഴുതാം? കോസ് തീറ്റ ഈക്വൽസ് അവിടെ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. തീറ്റയ്ക്ക് അഡ്ജസൻറ്റ് സൈഡ് ഒ ഡി ആണ് ആ ട്രയാങ്കിളിൽ. അതിന് ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു ഒ എ ആണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഒ എ ആണ്. അതുകൊണ്ട് ഫ്രം ദ ഫിഗർ r2 ഈക്വൽസ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാം. r2 ഈക്വൽസ് r എന്ന ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പി ഒ എന്ന r എന്ന ഡിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. പ്ലസ് ഒ ഡി കാണാം. ആ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനാണ്. അപ്പോൾ ഇപ്പോൾ r2 ഈക്വൽസ് നമ്മുടെ r പ്ലസ് ബാക്കിയുള്ള ഒ ഡിയും കൂടെയാണ്. അതിനുവേണ്ടി നമ്മൾ ആ ജോമെട്രിക്കലി പെർപെൻഡിക്കുലർ ലൈൻ വരച്ചത്. അപ്പോൾ r2 ഈക്വൽസ് r പ്ലസ് ഒ ഡി ആണ്. ദെർഫോർ കോസ് തീറ്റ ഈക്വൽസ് ഒ ഡി ബൈ എ എന്ന് എഴുതാം. അതെങ്ങനെ ഒ ഡി ബൈ എ എഴുതിയത്? കാരണം അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. എ എങ്ങനെ വന്നു? എ എന്ന് പറയുന്നത് ആ ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെൻട്രൽ പോയിന്റിൽ നിന്ന് എയിലേക്കുള്ള മൈനസ് ക്യൂ എന്ന ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ദെർഫോർ ഒ ഡി ഈക്വൽസ് എ കോസ് തീറ്റ എഴുതാം. ഓക്കെ, അപ്പോൾ r2 ഈക്വൽസ് r പ്ലസ് എ കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇനി പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അപ്പോൾ എന്തായിരിക്കും? മൈനസ് ക്യൂ മുഖാന്തരം പിയിലുണ്ടാക്കിയ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പ്ലസ് ക്യൂ മുഖാന്തരം പിയിലുണ്ടായ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ.
അപ്പോൾ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ പി ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ്, അതായത് ബി ഇരിക്കുന്ന പ്ലസ് ക്യൂ ചാർജ് പിയിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വി പ്ലസ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം നമുക്കൊരു സിംഗിൾ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയാണ് നമുക്കറിയാം 1/4πε0 Q/PB ആണ്. PB is the distance. നമുക്കറിയാം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു സിംഗിൾ ചാർജ് എത്രയാണ് 1/4πε0 Q/R ആണ്. വേറെ ആർ ഇസ് എ ഡിസ്റ്റൻസ്. ഇവിടെ ആ ഡിസ്റ്റൻസ് ആരാണ്? PB എന്ന ഡിസ്റ്റൻസ് R1 ആണ്. അതുകൊണ്ട് നമുക്ക് വി പ്ലസ് ഈസ് ഈക്വൽ ടു 1/4πε0 Q/PB ആണ്. ഓർ വി പ്ലസ് ഈസ് ഈക്വൽ ടു 1/4πε0 Q/R1 എന്ന് എഴുതാം. സിമിലർലി എയിലിരിക്കുന്ന മൈനസ് ക്യൂ ചാർജ് ബിയിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാം. വി മൈനസ് ഈസ് ഈക്വൽ ടു 1/4πε0 മൈനസ് Q/, ഡിസ്റ്റൻസ് അവിടെ എത്രയാണ്? PA ആണ്. അപ്പോൾ PA എഴുതാം. ഓർ വി മൈനസ് ഈസ് ഈക്വൽ ടു 1/4πε0 മൈനസ് Q/R2 എന്ന് എഴുതാം. R2 ഇസ് എ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ടോട്ടൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് പി എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു വി പ്ലസ്, അതായത് പ്ലസ് ക്യൂ ചാർജ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ പ്ലസ് വി മൈനസ് ആണ്. അപ്പോൾ വി പ്ലസ് ഈസ് ഈക്വൽ ടു 1/4πε0 Q/R1 ആണ്. വി മൈനസ് ഈസ് ഈക്വൽ ടു 1/4πε0 Q/R2 ആണ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു വി പ്ലസ് വി മൈനസ് ആണ്. ഓർ വി ഈസ് ഈക്വൽ ടു 1/4πε0 Q/R1 പ്ലസ് 1/4πε0 മൈനസ് Q/R2 ആണ്. നമുക്കിനി അങ്ങനെയാണെങ്കിൽ R1ൻ്റെയും R2ൻ്റെയും വാല്യൂസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ R1 R മൈനസ് എ കോസ് തീറ്റ ആണ്, R2 R പ്ലസ് എ കോസ് തീറ്റ ആണ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു 1/4πε0 Q ഇൻറ്റു R മൈനസ് എ കോസ് തീറ്റ പ്ലസ് 1/4πε0 മൈനസ് Q/R പ്ലസ് എ കോസ് തീറ്റ ആണ്. ഓർ വി ഈസ് ഈക്വൽ ടു Q/4πε0 കോമൺ എടുത്താൽ 1/R മൈനസ് എ കോസ് തീറ്റ പ്ലസ് മൈനസ് 1/R പ്ലസ് എ കോസ് തീറ്റ ആണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഈ സ്റ്റെപ്പുകളൊക്കെ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. നേരത്തെ എഴുതിയ സ്റ്റെപ്പ് ഒന്നും കൂടെ നമുക്ക് എഴുതാം. വി ഈസ് ഈക്വൽ ടു Q/4πε0 1/R മൈനസ് എ കോസ് തീറ്റ പ്ലസ് മൈനസ് 1/R പ്ലസ് എ കോസ് തീറ്റ ഒന്നും കൂടെ എഴുതാം. നമുക്ക് വി ഈസ് ഈക്വൽ ടു Q/4πε0 1/R മൈനസ് എ കോസ് തീറ്റ, ആ പ്ലസിൻ്റെ മൈനസ് ആക്കിയാൽ 1/R പ്ലസ് എ കോസ് തീറ്റ ആണ്. എൽസിയം എടുത്താൽ വി ഈസ് ഈക്വൽ ടു Q/4πε0 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. R പ്ലസ് എ കോസ് തീറ്റ മൈനസ് R മൈനസ് എ കോസ് തീറ്റ ഡിവൈഡ് ബൈ R മൈനസ് എ കോസ് തീറ്റ ഇൻറ്റു R പ്ലസ് എ കോസ് തീറ്റ ആണ്. ഓർ വി ഈസ് ഈക്വൽ ടു Q/4πε0 R പ്ലസ് എ കോസ് തീറ്റ മൈനസ് R പ്ലസ് എ കോസ് തീറ്റ. അതെങ്ങനെ ഒന്നും നിങ്ങൾക്ക് അറിയാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്. മൈനസ് ഇൻറ്റു R മൈനസ് ഇൻറ്റു പ്ലസ് R മൈനസ് R മൈനസ് ഇൻറ്റു മൈനസ് എ കോസ് തീറ്റ പ്ലസ് എ കോസ് തീറ്റ. അപ്പോൾ അവിടെ ക്യാൻസലായി പോകുന്നവരാണ് ആറും ഒക്കെ. അപ്പോൾ അത് ക്യാൻസലായി പോയാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ആ സ്റ്റെപ്പ് ഒന്നും കൂടി എഴുതിയിട്ട് ക്യാൻസലായി പോയാൽ ആര് ക്യാൻസലായി പോകും? ആറും ക്യാൻസലായി പോകും. പിന്നെ ഉള്ളത് എ കോസ് തീറ്റ പ്ലസ് എ കോസ് തീറ്റ ആണ്, 2a കോസ് തീറ്റ ആണ്. അപ്പോൾ വി ഈക്വൽസ് Q/4πε0 2a കോസ് തീറ്റ ഡിവൈഡ് ബൈ R സ്ക്വയർ മൈനസ് എ കോസ് തീറ്റ ഹോൾ സ്ക്വയർ ആണ്. ന്യൂമറേറ്ററുള്ള 2a ആണെന്ന് പുറത്തോട്ടെടുത്താൽ 2 × Q എന്ന് കിട്ടും. നിങ്ങൾക്കറിയാം ഉദ്ദേശം എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് Q2a ആണ്. Q2a/4πε0 ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ കോസ് തീറ്റ ബൈ R സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. അപ്പോൾ ഈ Q2a നമുക്ക് ഡൈപോൾ മൊമെന്റ് P എന്ന് എഴുതാം. Therefore V is equal to P/4πε0 ഇൻറ്റു കോസ് തീറ്റ ബൈ R സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് തീറ്റ ആണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡൈപോൾ കൺസിഡർ ചെയ്താൽ R എന്ന ലെങ്ത് എയുമായിട്ട് കമ്പയർ ചെയ്താൽ വളരെയധികം നെഗ്ലിജിബിൾ ആണ് എ എന്ന് പറയുന്നത്. അതുകൊണ്ട് R സ്ക്വയർ കമ്പയർ ചെയ്താലോ എ സ്ക്വയർ വീണ്ടും നെഗ്ലിജിബിൾ ആകും. അതുകൊണ്ട് R സ്ക്വയർ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ. സോ എ സ്ക്വയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. ദെൻ വി ഈക്വൽസ് 1/4πε0 ഇൻറ്റു പി കോസ് തീറ്റ, പി എന്നുള്ളിലേക്ക് എടുത്തതാണ്, ബൈ R സ്ക്വയർ. എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ നമ്മൾ ക്യാൻസൽ ചെയ്തു, ബിക്കോസ് എ ഈസ് വളരെ നെഗ്ലിജിബിൾ ആയതുകൊണ്ട്. നമുക്കിനി സ്പെഷ്യൽ കേസായിട്ട് എടുത്തത് കൃത്യമായ ആക്സിയൽ ലൈനിലും ഇക്വറ്റോറിയൽ ലൈനും എത്ര ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒന്നും കൂടെ മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നടത്തിയ ആക്സിയൽ ലൈൻ കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരുന്നു. ആ ആൻസർ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്താലും കിട്ടുമോ എന്ന് നോക്കുകയും ചെയ്യാം. അപ്പോൾ ഈ സ്പെഷ്യൽ കേസിൽ നമുക്ക് പോയിന്റ് പി ഇനി ആക്സിയൽ ലൈനിലേക്ക് മാറ്റുകയാണെങ്കിൽ, ഇങ്ങനെ മാറ്റുകയാണെങ്കിൽ പോയിന്റ് പി ഇപ്പോൾ ആക്സിയൽ ലൈനിലാണ്, തീറ്റ എന്നാ പറ്റും? പിയിലേക്കുള്ള ഡിസ്റ്റൻസും ഇലക്ട്രിക് ഡൈപോളും തമ്മിലുള്ള ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 0. അപ്പോൾ തീറ്റ 0 ആകുമ്പോൾ എന്ത് പറ്റും? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന വി ഈസ് ഈക്വൽ ടു 1/4πε0
P cos theta by r square എന്ന ഇക്വേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരുന്നല്ലോ. അറ്റ് എനി പോയിന്റ് ഇൻ ഇലക്ട്രിക് ഡൈപോൾ നമ്മൾ കണ്ടുപിടിച്ചത് P cos theta cos theta 0 ആകും. അപ്പോൾ നമുക്ക് cos theta cos 0 1 ആകും. V axial equals 1/4π∁0 P by r square എന്ന് കിട്ടും. നമുക്ക് ഈ ആൻസർ തന്നെയാണ് കുറച്ച് മുമ്പ് നമ്മൾ ചെയ്ത ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദി ആക്സൈൽ ലൈൻ എത്രയാണ് കണ്ടുപിടിച്ചപ്പോഴും കിട്ടിയത്. അപ്പോൾ നമുക്ക് രണ്ടിടത്തും ഒരുപോലെ കിട്ടിയതുകൊണ്ട് നമുക്ക് ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദി ആക്സൈൽ ലൈൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് നമുക്ക് കൃത്യമായിട്ട് ഇക്വറ്റോറിയൽ ലൈനിലാണ് പോയിന്റ് ബി എങ്കിൽ, അതായത് ഡൈപോളിന് ഇക്വറ്റോറിയൽ പോയിന്റിലാണ് ഈ പോയിന്റ് ബി എങ്കിൽ എത്രയായിരിക്കും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നോക്കാം. അപ്പോൾ ഇക്വറ്റോറിയൽ പോയിന്റ് ആകുമ്പോൾ ഇലക്ട്രിക് ഡൈപോളും പോയിന്റ് ബിയും തമ്മിലുള്ള ആംഗിൾ എന്താ പറ്റും 90 ആവും. അപ്പോൾ അത് 90 ആകുമ്പോൾ നമുക്ക് വി ഇക്വറ്റോറിയൽ എന്ന് പറയുന്നത് 1/4π∁0 P cos 90/r² എന്ന് എഴുതാം. cos 90 cos 0 ആണ്. അപ്പോൾ എന്നാ പറ്റും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4π∁0 P × 0/r² ആവും. അപ്പോൾ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ ഓഫ് ദ ഡൈപോളിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ ഓഫ് ദ ഡൈപോൾ ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഹാവിങ് എ പൊട്ടൻഷ്യൽ 0. അപ്പോൾ നമുക്കത് എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്നൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദ ഇക്വറ്റോറിയൽ പോയിന്റ് ഈക്വൽസ് 0 ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ രണ്ട് സ്പെഷ്യൽ കേസസ് നമുക്ക് ഓർത്തിരിക്കാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദ ആക്സിയൽ ലൈനും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദ ഇക്വറ്റോറിയൽ ലൈനും. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്ക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളതാണ്. We've learned how to visualize electric field by drawing field lines. In this video, let's explore how to visualize electric potentials. And the way to do that, or at least one way of doing that, is by drawing something called equipotential surfaces. So what exactly are these? Well, as the name suggests, these are surfaces, and these are three-dimensional surfaces over which the potential at every point is equal. Equipotential surfaces. So let me give you an example. So if we come over here, let's say from this charge I go about 2 centimeters far away over here. There will be some potential at that point. Let's call that as 10 volt. Let's imagine that to be 10 volt. Now, if I went 2 centimeters over here from the charge, what would the potential there? There should also be 10 volts. What about 2 centimeters from here? That should also be 10 volt. In fact, I could draw a circle of 2 centimeters, and 2 centimeters is just an example, okay? And everywhere on that circle, the potential would be equal, 10 volt. So that circle would be an equipotential surface. And since it's a three-dimensional, you have to imagine this actually is not a circle, but it's a sphere. So let me just draw that nicely. So I could draw a sphere. Let's see, here it is. A sphere. And you have to imagine this is a three-dimensional sphere where on every point of it, the potential is 10 volt equal. And so this would be my 10 volt equipotential surface. Can I draw more? Of course. If I go a little farther away, maybe 2.5 or 3 centimeters far away, can draw another sphere that will have that would be another equipotential surface. Let me draw that. If I go farther away, the potential will decrease, right? So let's say this is another equipotential surface. Why is this equipotential? Because on every point of it, the potential is equal, and it's equal to 7 volt. Can I draw more? Yes, more spheres. Every sphere you draw will be an equipotential surface. In fact, if I go a little farther away and I draw another one, I might get a 9 volt equipotential surface. If I go a little farther away and I draw another one, I might get an 8 volt equipotential surface, and so on and so forth. Let's say we have a infinitely long sheet of charge, big sheet of charge, which has, let's say, negative charge. Then we know, we've seen before, it produces a uniform electric field. Can you think of what the equipotential surfaces here would look like? Can you try drawing a few equipotential surfaces over here? Pause the video and think about this. Use the same approach as we did over here. All right, just like over here, let me go at some distance, say about 2 centimeters from this sheet. It'll have some potential because it's a negative charge. Maybe there is some, I don't know, negative 10 volt potential. Now, if I go 2 centimeters from here, I should get exactly the same potential as here. And the same would be the case over here as well. Ooh, that means I can connect all these lines. And if I do that, now my equipotential surface would look somewhat like this. So this would be my minus 10 volt equipotential surface. I can draw another. If I go a little bit farther away, maybe I will get another, let's say minus 9 volt
equipotential surface. If I go farther away, maybe I'll get another minus 8 volt equipotential surface, and so on and so forth. Over here, I hope you agree that the equipotential surfaces will be equidistant because the field lines are all, the electric field is uniform. And again, just to reiterate, this is not a line, this is a surface. So you have to imagine this in 3 dimensions. And I'll help you visualize that. If you could see this in 3 dimensions, so if you look at them in 3D, you can now see that now the equipotential surfaces are plane surfaces. So over here we got spheres, over here we're getting plane surfaces. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇക്വിപോട്ടൻഷ്യൽ സർഫേസ് എന്താണെന്ന് മനസ്സിലായി അല്ലേ? ഇക്വിപോട്ടൻഷ്യൽ സർഫേസിന്റെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻ എല്ലായിടത്തും സെയിം പൊട്ടൻഷ്യൽ ഉള്ള സർഫേസിനെയാണ് ഇക്വിപോട്ടൻഷ്യൽ സർഫേസ് എന്ന് വിളിക്കുന്നത്. നമുക്കിനി അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. സോ നമുക്ക് ഇക്വിപോട്ടൻഷ്യൽ സർഫേസിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും കൂടെ ഒന്ന് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി, നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒരു Q0 എന്ന ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ശ്രമിച്ചാൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? എല്ലായിടത്തും സെയിം പൊട്ടൻഷ്യൽ ആയതിനാൽ നോ വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് എ ടെസ്റ്റ് ചാർജ് ഓവർ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, WA to B ഈസ് ഈക്വൽ ടു Q0 ഡെൽറ്റ V ആണ്. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണല്ലോ, W/Q ആണല്ലോ. അപ്പോൾ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ W ഈക്വൽസ് Q ഇൻറ്റു ഡെൽറ്റ V ആണ്. ഡെൽറ്റ V ഈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2 പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ എല്ലാ പോയിന്റിലും സെയിം പൊട്ടൻഷ്യൽ ആയതിനാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കും. അതുകൊണ്ട് വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം A to B ഇൻ ദിസ് ഫിഗർ ഈസ് എന്താ 0 ആണ്. അപ്പോൾ നമുക്ക് ജനറലി ഇങ്ങനെ പറയാം, നോ വർക്ക് ഈസ് ടു ബി ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഇൻ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് നോ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ക്യാൻ ഇന്റർസെക്ട് ഈച്ച് അതർ. അതിന് കാരണം ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് മറ്റൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസായിട്ട് ജോയിൻസൈഡ് ചെയ്താൽ നമുക്കറിയാം ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പൊട്ടൻഷ്യൽ എല്ലായിടത്തും സെയിം ആയിരിക്കും. അപ്പോൾ 2 ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ക്രോസ് ചെയ്താൽ തീർച്ചയായിട്ടും ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതിനാൽ യു ക്യാൻ ആഡ് ഇറ്റ് അപ്പ്. അപ്പോൾ അവിടുത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്നാ പറ്റും? സെയിം അല്ലാതാകും. അതുകൊണ്ട് നോ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ക്യാൻ ഇന്റർസെക്ട് ഈച്ച് അതർ. നമ്മൾ നേരത്തെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെയും ഇക്വിപൊട്ടൻഷ്യൽ സർഫസും ഇന്റർസെക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് മറ്റൊരു പ്രോപ്പർട്ടിയാണ്. മൂന്നാമത്തെ അവസാനത്തെ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് നോർമൽ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അറ്റ് എവറി പോയിന്റ്. അതായത് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആയിരിക്കും. അതിന് കാരണം നമുക്ക് പെട്ടെന്ന് വിശദമാക്കാൻ ശ്രമിച്ചാൽ നമുക്കറിയാം വർക്ക് ഡൺ ആദ്യത്തെ പ്രോപ്പർട്ടി പറഞ്ഞ് 0 ആയിരിക്കും. വർക്കിൻ്റെ ഇക്വേഷൻ F.ds ആണ്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് F.dr എന്ന് എഴുതാൻ പറ്റും. dr ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ A.B AB cos θ ആണെങ്കിൽ F.dr FDR cos θ ആകും. അപ്പോൾ cos θയുടെ വാല്യൂ cos 90 ആയാലേ cos 90 0 അല്ലേ? അങ്ങനെ ആകുമ്പോഴേ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റൂ? F.dr 0 ആക്കാൻ പറ്റൂ. അപ്പോൾ cos θ cos 90 ആയാൽ cos 90 എന്ന ആംഗിൾ ആര് തമ്മിലുള്ള ആംഗിളാണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷനും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയെങ്കിൽ മാത്രമേ വർക്ക് ഡൺ 0 ആകത്തുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് നോർമൽ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അറ്റ് എവരി പോയിന്റ്. അപ്പോൾ 3 പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കാം. നോ വർക്ക് ഹാസ് ടു ബി ഡൺ ഇൻ മൂവിങ് എ ടെസ്റ്റ് ചാർജ് ഇൻ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. നെവർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇന്റർസെക്ട് ഈച്ച് അതർ. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് നോർമൽ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അറ്റ് എവരി പോയിന്റ്. ഒരിക്കൽ കൂടെ നമുക്ക് ആ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ എങ്ങനെ വരയ്ക്കാമെന്ന് കണ്ടിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ എക്സാമിന് വരയ്ക്കാമെന്ന് ചോദിച്ചാൽ ഇതാ ഇതുപോലെ വരയ്ക്കാം. ഇതൊരു സ്പിരിക്കൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. മാത്രമല്ല ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് ഇതാ ഇങ്ങനെയും വരയ്ക്കാം. ഇതൊരു പ്ലെയിൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി തമ്മിൽ റിലേഷനും കൂടെ ഒന്ന് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണെന്ന്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ചാർജ് ആണ്. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യലും നമുക്കറിയാം, നമ്മൾ പഠിച്ചു, ഇറ്റ്സ് എ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷനും കൂടെ അല്ലേ, അവർ തമ്മിലുള്ള എന്തോ ഒരു അതീവ രഹസ്യമായ ബന്ധമുണ്ട്. ആ റിലേഷനും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം.
നമുക്കപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ, ഓർ ഈ ക്വസ്റ്റൻ ഇങ്ങനെയും ചോദിക്കാം, ടു പ്രൂവ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്, അതായത് E ഈക്വൽസ് -dV/dx എന്ന രീതിയിലും ചോദിക്കാം. dV എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ആണ്. നമുക്ക് ഇതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. നമുക്കിപ്പോൾ ഒരു ഫിഗർ ഉണ്ട്. ആ ഫിഗറിൽ O എന്ന പോയിന്റിൽ Q എന്ന ചാർജ് ഇരിപ്പുണ്ട്. നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഫിഗർ തന്നെയാണ്. നമുക്കതിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് P ഉണ്ട്. മാത്രമല്ല ഞാനിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അങ്ങ് ഇൻഫിനിറ്റിയിലിരിക്കുന്ന Q0 എന്ന ടെസ്റ്റ് ചാർജിനെ P എന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജിലും ഇതേ ഫിഗറും ഇതേ കാര്യങ്ങളും വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അന്ന് ചെയ്ത ഒരു ചെറിയ പോർഷൻ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് കൺവീനിയൻ്റ് ആയ ഒരു പൊസിഷനിൽ M എന്നും N എന്നുള്ള രണ്ട് റീജൻസ് എടുത്തിട്ടുണ്ട്. അവർ നമ്മുടെ ഡിസ്റ്റൻസ് dx ആണ്. ഓയിലിരിക്കുന്ന +Q ചാർജ് പോസിറ്റീവാണ്, Q0 എന്ന ടെസ്റ്റ് ചാർജും പോസിറ്റീവാണ്. അപ്പോൾ ഇവർ നമ്മൾ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ഞാൻ ഈ റിപ്പൾസീവ് ഫോഴ്സിനെ എതിർത്താണ് Q0 ഞാൻ എങ്ങോട്ട് കൊണ്ടുവരുന്നത്, Pയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കൊണ്ടുവരുന്ന വഴിക്കുള്ള രണ്ട് ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സ് ആണ് MN. അപ്പോൾ ഇതുപോലെ ധാരാളം ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സ് Pക്കും ഇൻഫിനിറ്റിക്കും ഇടയിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫോഴ്സ് +Q ചാർജ് ചെയ്ത് പുറത്തേക്കാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കാം, +Q ചാർജ് ചെയ്യുന്ന പുറത്തേക്കാണ്. ഞാനിപ്പോൾ പക്ഷേ ചാർജിനെ മൂവ് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഇൻഫിനിറ്റിയിൽ നിന്ന് P എന്ന പോയിന്റിലേക്കാണ്. അപ്പോൾ dx എന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്. അപ്പോൾ ഇവർക്കിടയിലുള്ള ആംഗിൾ തീർച്ചയായിട്ടും നമുക്കറിയാം 180 ഡിഗ്രി ആയിരിക്കും, ബിക്കോസ് ദേ ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെറ്റ് എ സ്മോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ M ആൻഡ് N നമ്മൾ എടുത്തിട്ടുണ്ട്. അത് dx ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വി ഹാവ് ടു മൂവ് ദ ചാർജ് ഫ്രം N ടു M. അപ്പോൾ അവിടെ ഉള്ള ചെറിയ വർക്ക് ഡൺ, ചെറിയ ഡിസ്റ്റൻസ് ആണ്, ചെറിയ വർക്ക് ഡൺ dW ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന dx ആണ്. ഇനി നമുക്കറിയാം ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എന്താണ്, ഇറ്റ് ഇസ് ദ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ചാർജ് ആണ്, F/Q0 ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ F ഈക്വൽസ് അവിടെ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ E × Q0 എന്ന് എഴുതാം. Therefore ഇക്വേഷൻസ് നമ്പർ 1 ഉം 2 ഉം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 എന്ന ഇക്വേഷൻ 1ൽ കൊടുത്താൽ dW ഈസ് ഈക്വൽ ടു Q0 E × dx എന്ന് എഴുതാം, അല്ലേ? അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. A.B AB cos θ ആണെങ്കിൽ E.dx EDX cos θ ആണ്. ഇവിടെ നമുക്ക് θ 180 ആണെന്ന് അറിയാം. Therefore dW ഈസ് ഈക്വൽ ടു cos 180 -1 ആണ്. അതുകൊണ്ട് dW ഈസ് ഈക്വൽ ടു -Q0 × EDX എന്ന് എഴുതാം. cos 180 -1 ആയതുകൊണ്ട് ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതാം. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്, V ഈക്വൽസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് W/Q0 ആണ്. അപ്പോൾ dV എന്ന ചെറിയ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ N ആൻഡ് M, dV ഈസ് ഈക്വൽ ടു dW/Q0 എന്ന് എഴുതാം. സ്മോൾ പൊട്ടൻഷ്യൽ ആണ്, സ്മോൾ വർക്ക് ഡൺ ചെയ്ത പോലെയാണ്. സ്മോൾ പൊട്ടൻഷ്യൽ dW/Q0 ആണ്. അപ്പോൾ dW ഈസ് ഈക്വൽ എന്ന് എഴുതാം dV × Q0 എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് എഴുതാം. അപ്പോൾ 3 and 4 ഇക്വേഷൻ കമ്പയർ ചെയ്താൽ രണ്ട് സൈഡിലും വർക്ക് ഡൺ dW ഉണ്ട്. അങ്ങനെയാണെങ്കിൽ -Q0 × EDX എന്ന തേർഡ് ഇക്വേഷൻ ഈക്വൽസ് LHS ആണ്, Q0 × dV ആണ്. Q0 Q0 ക്യാൻസൽ ആയി പോയാൽ നമുക്ക് എന്നാ എഴുതാം, -EDX ഈസ് ഈക്വൽ ടു dV ആണ്. അപ്പോൾ E ഈസ് ഈക്വൽ ടു -dV/dx എന്ന് എഴുതാം. ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്. dV എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ V എന്താണ്, പൊട്ടൻഷ്യൽ ആണ്, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ. ബൈ dx എന്താണ്, ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ dV/dx എന്താണ്, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ബൈ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം നമുക്ക് ഒന്നുകൂടെ വിശദമായിട്ട് നോക്കാം. E ഈസ് ഈക്വൽ ടു -dV/dx ആണ്. ഞാൻ എന്നത് ഓരോ ടൈംസും മനസ്സിലാക്കി തരാം. ആദ്യമേ നമുക്ക് ഈ മൈനസ് സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ വരച്ച ഫിഗർ അനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എവിടെ നിന്ന് അങ്ങോട്ടാണ്, പ്ലസ് ചാർജ്, അതായത് +Qൽ നിന്ന് പുറത്തേക്കാണ്. അതായത് നമ്മളിപ്പോൾ വരയ്ക്കുമ്പോൾ ആ ഇൻഫിനിറ്റി ഡയറക്ഷനിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ പുറത്തേക്ക് പോവുകയാണെങ്കിലും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താ പറ്റുന്നത്, കുറയുകയാണ്. മൈനസ് സൈൻ കാണിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പുറത്തേക്കാണെങ്കിലും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അവിടെ ഡിക്രീസ് ചെയ്യുന്നതിന്, കുറയുകയെന്നായിട്ടാണ് കാണുന്നത്. ഒന്നും കൂടെ പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷന് മുന്നോട്ട് പോയാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കുറയുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിക്രീസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഒരു കൂടെ ശ്രദ്ധിക്കാം, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പോകുമ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 പോയിന്റ്സും കൂടെ നോക്കാം. ദ ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. അതായത് നമ്മളിപ്പോൾ dV/dx എന്ന് എഴുതിയല്ലോ, dV ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ആണ്, V പൊട്ടൻഷ്യൽ ആണ് ഇവിടെ, ബൈ dx ഇസ് ദ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്.
Okay, the change of potential with the distance is known as potential gradient. Hence, the electric field is equal to the negative gradient of potential. നമുക്ക് വിശദമാക്കാം. Okay. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. The negative sign indicates that potential decreases in the direction of electric field. അത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് മൂന്നാമതൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി നമുക്ക് പറയാൻ സാധിക്കുന്നത്, നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളംബ് ആണ് അല്ലേ. E=F/Q ആണ്, അത് ന്യൂട്ടൺ പെർ കൂളംബ് ആണ്. ബട്ട് ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ, അതായത് ഇവിടെ നമ്മൾ പഠിച്ചത് E= വോൾട്ടേജ് ബൈ ഡിസ്റ്റൻസ് ആണ്, dV/ds, ചേഞ്ച് ഇൻ വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ആണ്. വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണ്, എക്സ് ഡിസ്റ്റൻസ് യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് വോൾട്ട് പെർ മീറ്ററും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാം, നന്നായിട്ട് മനസ്സിലാക്കിയും വെച്ചേക്കാം. നമുക്കിനി the electric potential due to a system of two charges in the absence of an external electric field കൂടി കണ്ടുപിടിക്കാം. ഒന്നുകൂടെ വിശദമാക്കാം. നമുക്ക് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തൊരു സ്പേസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ സ്പേസിൽ യാതൊരു തരത്തിലുള്ള ചാർജുകളുമില്ല, അതുകൊണ്ടുള്ള ഫീൽഡുകളുമില്ല. നമുക്ക് ഈ 1 എന്നും 2 എന്നും ഉള്ള സ്പേസിലേക്ക് രണ്ട് ചാർജസിനെ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു എംപ്റ്റി സ്പേസ് ആണ്. ഓക്കെ, ഈ 1 എന്നും 2 എന്ന രണ്ട് പോയിന്റുകൾ അറ്റ് ഡിസ്റ്റൻസ് R ആണ്. ഞാൻ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു Q1 ചാർജിനെ ഞാൻ 1 എന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. സോ കൺസിഡർ 2 പോയിന്റ്സ് 1 and 2 in the charge free region. Assume Q1 and Q2 be the two charges at infinity. അപ്പോൾ ഇൻഫിനിറ്റിയിലാണ് Q1 ഉം Q2 ഉള്ളത്. ഇനി ഞാൻ അതിൻ്റെ Q1 ഞാൻ 1 എന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പോകും. Now Q1 is taken from infinity to point 1. ഇതൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആബ്സെൻ്റ് ആയിട്ടുള്ള സ്ഥലമായതിനാൽ നമുക്ക് പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യേണ്ട. അതുകൊണ്ട് the work done to bring the unit charge Q1 to the region 1 is 0. ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും 2 എന്ന പോയിന്റ് 1 എന്ന പോയിന്റിലിരിക്കുന്ന Q1 ചാർജിൻ്റെ ഫീൽഡിലാണ് അല്ലേ. സോ നൗ യു ക്യാൻ സേ ദാറ്റ് the region 2 is in the electric field of the charge placed at region 1. So the electric potential at the region 2 is due to the electric charge at the place 1. അതായത് 2 എന്ന പോയിന്റിൽ ഒന്നാമത്തെ പോയിന്റിലിരിക്കുന്ന Q1 ചാർജ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. ആ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്ര നിങ്ങൾക്ക് അറിയാം. ഒരു സിംഗിൾ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 1/4πε0 Q/R ആണ്. ഇവിടെ നമുക്ക് അത് എഴുതാം Q1/R എന്ന് എഴുതാം. കാരണം ഇപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഇരിക്കുന്ന ചാർജിനെ Q1 എന്നാണല്ലോ വിളിച്ചത്. അപ്പോൾ 1/4πε0 Q1/R ആണ് the electric potential at point 2 due to Q1. Okay. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V = W/Q ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഡൺ ടു ബ്രിങ് ദ ചാർജ് Q2 at infinity to point 2 is W = V into Q2 എന്ന് എഴുതാം. So according to definition, the work done in bringing the പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു പോയിന്റ് 2 എന്ന് പറയുന്നത് W = V into Q2 ആണ്. Q2-നെ നമ്മളിപ്പോൾ കൊണ്ടുവരാൻ പോരുന്നത് 2ലേക്ക്. ആ 2 ഇപ്പോൾ ഏതിൻ്റെ വലയത്തിൽ ഇരിക്കുകയാണ്, ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുകയാണ്. Q1 എന്ന ചാർജ് ഉണ്ടാക്കിയ ഫീൽഡിൽ ഇരിക്കുകയാണ്. അപ്പോൾ W = 1/4πε0 Q1/R into Q2 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം W = 1/4πε0 Q1 Q2/R ആണ്. അപ്പോൾ നമുക്കൊരു 2 പാർട്ടിക്കിൾ സിസ്റ്റമായി, രണ്ട് പാർട്ടിക്കിൾസിന് നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും പോയിന്റിൽ കൊണ്ടുവച്ചു. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ദിസ് ഇസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് 2 ചാർജ് എന്ന് പറഞ്ഞത്. പൊട്ടൻഷ്യൽ എനർജി ആയതുകൊണ്ട് നമുക്ക് U എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ U = 1/4πε0 Q1 Q2/R ആണ്. ദിസ് ഇസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് 2 ചാർജസ്. ഇത് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട അത്യാവശ്യമാണ്. കാരണം ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററുകളിലും അല്ലെങ്കിൽ ഈ +2 ക്ലാസ്സുകളിലും മുന്നോട്ട് എൻട്രൻസ് എക്സാമുകൾക്കും അപ്പോൾ അല്ല ഇനി നിങ്ങൾ ഉപരിപഠനത്തിൻ്റെ ഫിസിക്സും അല്ലെങ്കിൽ ഏത് വിഷയം എടുത്താലും ഈ ഇക്വേഷൻസ് ഒക്കെ പലയിടത്തും നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കാം. നമ്മുടെ ക്ലാസ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ at the axial line of an electric dipole പഠിച്ചു. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ at the equatorial line of an electric dipole പഠിച്ചു. അതിന് ഇലക്ട്രിക് ഡൈപോൾ അറ്റ് എനി പോയിന്റ് പഠിച്ചു. അതിൽ നിന്ന് നമ്മൾ ആക്സിയൽ ലൈൻ ഒന്നും കൂടെ വിശദമാക്കി ഇക്വറ്റോറിയൽ ലൈനിൽ കൃത്യമായിട്ട് എത്രയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ മനസ്സിലാക്കുകയും ചെയ്തു. വീണ്ടും നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, അതൊക്കെ എങ്ങനെ വരയ്ക്കാമെന്ന് പഠിച്ചു. ആൻഡ് വി ഓൾസോ റെഫേർഡ് ടു ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി. അവസാനം നമ്മൾ
ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ടു ചാർജസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് an എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് മനസ്സിലാക്കി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യക്ഷമാക്കാം, പഠിച്ചു വെച്ചേക്കാം അടുത്ത എക്സാമുകൾക്കും മുന്നോട്ട് ഫിസിക്സ് കൂടുതൽ മനസ്സിലാക്കുന്നതിനുമൊക്കെ വേണ്ടി. ഓക്കെ, താങ്ക് യു. വീണ്ടും ഒരു ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.